സോപാന സംഗീതത്തിൻ്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന സോപാന സംഗീത പരിക്രമം തൃശ്ശൂരിലെത്തി. തൃശ്ശൂരിലെ പ്രമുഖ ക്ഷേത്രങ്ങളായ പാറമേക്കാവ്, തിരുവമ്പാടി എന്നിവിടങ്ങളിൽ സംഘം സംഗീതാർച്ചന നടത്തി. 4 ദിവസങ്ങളിലായി കേരളത്തിലെ 10 പ്രമുഖ ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതം അവതരിപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണ് സോപാന സംഗീത പരിക്രമം. ബഹ്റിനിലെ വാദ്യകലാ പരിശീലന കേന്ദ്രമായ ബഹ്റിൻ സോപാനം വാദ്യകലാ സംഘമാണ് സംഘാടകർ. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പ്രവാസികളായ 18 സോപാന ഗായകരാണ് സംഘത്തിലുള്ളത്. വ്യാഴാഴ്ച രാവിലെ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു തൃശ്ശൂരിലെ ആദ്യത്തെ സംഗീതാർച്ചന. തുടർന്ന് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സംഗീതാർച്ചന നടത്തി. വൈകിട്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സംഗീതാർച്ചനയുണ്ടായി. ഗുരുമേള കലാരത്നം സന്തോഷ് കൈലാസാണ് സോപാന സംഗീത പരിക്രമത്തിന് നേതൃത്വം നൽകുന്നത്. കേരളീയ വാദ്യകലകൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ബഹ്റിനിലെ സോപാനം വാദ്യകലാ സംഘം സംഘടിപ്പിക്കുന്ന പ്രഥമ സോപാന സംഗീത പരിക്രമം, സോപാന സംഗീത അർച്ചനയുടെ ഭാഗമായിട്ട് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സോപാന സംഗീതം അവതരിപ്പിക്കാൻ എത്തിയതാണ് ഞങ്ങൾ. 4 ദിവസത്തെ ഒരു പരിക്രമമാണിത്. ഇന്നലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് തുടങ്ങി, രാവിലെ പാറമേക്കാവിൽ കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് ഗുരുവായൂർ സംഗീതാർച്ചനയുണ്ട്. മറ്റന്നാൾ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ സമാപിക്കും. 4 ദിവസത്തിൽ 10ഓളം ക്ഷേത്രങ്ങളിലാണ് ഈ വർഷം ഞങ്ങൾ ഈ സോപാന സംഗീതാർച്ചന നടത്തുന്നത്. ബഹ്റിനിൽ നിന്ന് പഠിച്ചു വന്ന ആളുകളാണ്. 18ഓളം പേര് ഈ സംഘത്തിലുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പുരുഷന്മാരുണ്ട്. എടുത്തു പറയേണ്ടത് 4ഓളം സ്ത്രീകളും 3 പെൺകുട്ടികളും
ഈ യാത്രയിൽ ഇത് പഠിച്ച് ഞങ്ങളോടൊപ്പം ഈ വേദികളിൽ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. പൊതുവേ മുൻകാലങ്ങളിലൊക്കെ ഈ സോപാന സംഗീതം സ്ത്രീകൾ പഠിക്കുന്നതും വളരെ കുറവായിരുന്നു. അപ്പം ഒരുപാട് സ്ത്രീകൾ അത് പഠിക്കാൻ തയ്യാറാവുന്നുണ്ട്, അത് വേദികളിൽ അരങ്ങത്ത് അവതരിപ്പിക്കാൻ തയ്യാറാവുന്നുണ്ട്, അവർക്ക് അവസരം ലഭിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം കൂടിയാണിത്. സ്ത്രീകൾ അധികം കടന്നുവരാത്ത സോപാന സംഗീത രംഗത്തേക്ക് കടന്നുവരാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സംഗീതാർച്ചനയിൽ പങ്കെടുത്ത സ്ത്രീകൾ പറഞ്ഞു. തീർച്ചയായും അഭിമാനം തോന്നുന്നു. കേരളീയ കലയായ സോപാന സംഗീതത്തെ ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ സോപാന സംഗീതം പഠിച്ചു തുടങ്ങിയത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവസരങ്ങൾ ഞങ്ങൾക്കും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അവസരങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കേരളത്തിലുള്ളത് കണ്ടിട്ടാണ് ഞങ്ങളും തുടങ്ങിയിട്ടുള്ളത്. ബഹറിൽ നിന്നാണ്. മെയ് 8 അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നാണ് സോപാന സംഗീത പരിക്രമം ആരംഭിച്ചത്.